Hi students, ഇന്ന് നമ്മൾ ലാസ്റ്റ് ഇയർ നടന്ന കീം എക്സാമിൻ്റെ മാത്തമാറ്റിക്സ് പേപ്പറിലെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the minimum value of f of x equal to 7x raised to 4 plus 28x plus 31 is. ഓക്കെ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ കാണാൻ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? 28x³ പ്ലസ് 28. 31ൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 0 ആയിരിക്കും വരിക. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഇത് ഈക്വൽ ടു 0. ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 28x³ പ്ലസ് 28 ഈക്വൽ ടു 0, വിച്ച് ഈസ് x³ പ്ലസ് 1 ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് x³ ഈക്വൽ ടു -1. x³ ഈക്വൽ ടു -1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി -1. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. എഫ് ഓഫ് എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഒരു വട്ടം കൂടി ഡെറിവേറ്റീവ് എടുത്താൽ മതി. ദാറ്റ് ഈസ് 84x² വന്നു. ദെൻ ഈ 84x² എക്സിന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് -1 എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 84x -1 ആണ്, -1² പ്ലസ് 1, വിച്ച് ഈസ് പോസിറ്റീവ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് അത് അവിടെ ഒരു മിനിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് കിട്ടുക? എഫ് ഓഫ് എക്സിലെ എക്സിന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഫംഗ്ഷന് മിനിമം വാല്യൂ കിട്ടുക. That is f of -1 equal to 7 into -1 all raised to 4 plus 28 into -1 plus 31. That is equal to 10. Option B ആണ് answer. Next question. The coefficient of x³ in the binomial expansion of 1 by root x minus x all raised to 6 is. അതായത് ബൈനോമിയൽ എക്സ്പാൻഷനിലെ x³ കോയിഫിഷ്യൻറ്റ്, ഇതിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന x³ കോയിഫിഷ്യൻ്റ് ആണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം a പ്ലസ് ബി ഓൾ റേസ് ടു n എന്ന് പറയുന്ന ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ജനറൽ ഫോർമുല, ജനറൽ ടേം എന്ന് പറഞ്ഞാൽ TR പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? NCR a റേസ് ടു n മൈനസ് r b റേസ് ടു r ആണ്. ആറിൻ്റെ വാല്യൂ 0 മുതൽ n വരെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ n 6 ആണ്, a എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ്, ദാറ്റ് ഈസ് 1 ബൈ റൂട്ട് എക്സ്, ദാറ്റ് ഈസ് x റേസ് ടു -1/2, b എന്ന് പറഞ്ഞാൽ -x ആണ്. അതുകൊണ്ടാണ് -x എടുത്തത്. ഇവിടെ a പ്ലസ് ബി ഓൾ റേസ് ടു n ആണ് അല്ലേ? അപ്പോൾ ആ ഫോർമാറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ b എന്ന് പറഞ്ഞാൽ -x ആണ്. ഇനി TR പ്ലസ് 1 ഈ ഇക്വേഷനിലെ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് 6r x റേസ് ടു 6 - r/2 വരും അല്ലേ? ഇൻറ്റു ഒരു മൈനസ് സൈൻ ഉള്ളത് കാരണം ഇതിന് എനിക്ക് r -6/2 എന്ന് എഴുതാം. ദെൻ -x ഓൾ റേസ് ടു r എന്ന് എഴുതാം. ഇതിനെ -1 പുറത്തേക്ക് എഴുതാം. -1 ഓൾ റേസ് ടു r ഇൻറ്റു x റേസ് ടു r. അപ്പോൾ എക്സിൻ്റെ ബേസ് എല്ലാത്തിലും x തന്നെയാണ്, കോമൺ ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x റേസ് ടു 6r -1 റേസ് ടു r x റേസ് ടു 3r -6/2 എന്ന് എഴുതാം. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇത് ജനറൽ ടേം ആണ്. തന്നിരിക്കുന്നത് x³ ആണ് കാണേണ്ടത്, കോയിഫിഷ്യൻ്റ് ഓഫ് x³ ആണ് കാണേണ്ടത്. അതായത് ഈ എക്സിൻ്റെ പവർ 3 ആവണം അല്ലേ? ഇപ്പോൾ ഇവിടെ പവർ എന്താണ്? 3r -6/2. അപ്പോൾ അതിനെ നമുക്ക് 3 ഇക്വേറ്റ് ചെയ്യാം. ആറിന് ഏത് വാല്യൂ കൊടുത്താലാണ് ഇത് ഈക്വൽ ടു 3 ആവുക നോക്കുക. ആറിന് 4 കൊടുക്കുമ്പോഴാണ് ഇത് ഈ എക്സിൻ്റെ പവർ 3 ആവുന്നത്. എന്നിട്ട് r ഈക്വൽ ടു 4 എന്നുള്ളത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് 6r, n എന്ന് പറഞ്ഞാൽ 6 ആണ്, r എന്ന് പറഞ്ഞാൽ 4 ആണ്, -1 റേസ് ടു r x റേസ് ടു 3/4 -6/2. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ 6c4 x³ ആണ്. ഇതെന്ന് പറഞ്ഞാൽ 6c4 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 15x³ എന്ന് കിട്ടും. ദാറ്റ് ഈസ് കോയിഫിഷ്യൻ്റ് ഓഫ് x³ എന്ന് പറഞ്ഞാൽ 15 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് NPR ഈക്വൽ ടു 480 ആൻഡ് NCR ഈക്വൽ ടു 20, ദെൻ ദ വാല്യൂ ഓഫ് r ഈസ് ഈക്വൽ ടു. NPRും NCRും തന്നിട്ടുണ്ട്, നമുക്ക് ആറിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. വി നോ ദാറ്റ് NPR എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 480.
NCR എന്ന് പറഞ്ഞാൽ n factorial by r factorial into n minus r factorial which is equal to 20. 1 divided by 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ n minus r factorial രണ്ടിനും കോമൺ ആണ്, n factorialും കോമൺ ആണ്. അപ്പോൾ r factorial is equal to 480 by 20 വരും which is equal to 24. അപ്പോൾ ഏത് നമ്പറിനാണ് 4 factorial ആണ് 24 എന്ന് വരുന്നത്. അപ്പോൾ r equal to എന്താണ്? 4 ആണ്. 4 into 3 into 2 into 1 ആണ് 4 factorial which is equal to 24. അപ്പോൾ r വാല്യൂ കറസ്പോണ്ടിങ്ങിൽ r വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റന്റ് ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 1 by x square all raised to 10 ഈസ്. നമുക്ക് ഈ എക്സ്പ്രഷൻ്റെ kth ടേം എങ്ങനെ എഴുതാം? k c10 x raised to 3 raised to 10 minus k into 1 by x square all raised to k എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ ടേംസ് പവർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് റേസ് ടു 30 minus 3k into x raised to minus 2k which is equal to x raised to 30 minus 5k. minus 3k minus 2k ആഡ് ചെയ്താൽ minus 5k. കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ ഈ പവർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എക്സ് റേസ് ടു 0 ആണ് കോൺസ്റ്റൻറ്റ് ടേം. അതായത് 30 minus 5k എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാം. അതിൽ നിന്നും കെയുടെ വാല്യൂ 6 ആണ് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് ടേം എന്തായിരിക്കും? ഈ ഇക്വേഷനിൽ കെയ്ക്ക് 6 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് എന്ത് വരും? 6c10 എന്ന് പറയും. 6c10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 6 factorial by 10 factorial into 4 factorial. NCR എന്ന് പറഞ്ഞാൽ n factorial by n minus r factorial into r factorial ആണ്. അതാണ് ഇത് റിസൾട്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 210, അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇതിലെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആയിരിക്കും. കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇത് KC10 ആയിരിക്കും കോൺസ്റ്റൻറ്റ് ടേം. കാരണം ഇതൊക്കെ എക്സ് ക്യൂബിൻ്റെ ടേമാണ്. എക്സിൻ്റെ ടേംസ് പവേഴ്സാണിത്. എക്സിൻ്റെ പവർ 0 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ പവർ 0 ആവുന്ന കെയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 2 into matrix 3 4 5x plus 1 y 0 1 equal to 7 0 10 5 then the value of x minus y is. ഓക്കെ, ഇതൊരു മെട്രിക്സ് ആണല്ലേ, നമുക്ക് എക്സ് മൈനസ് വൈ ആണ് കാണേണ്ടത്. അപ്പോൾ ആ ഗിവൺ മെട്രിക്സ് ഞാൻ അടുത്ത് എഴുതി. ഇവിടെ നമുക്കൊരു 2 ഇൻറ്റു ഉണ്ട്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. എന്നിട്ട് നമുക്കറിയേണ്ടത് എക്സും എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് കോളത്തിലും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളത്തിലാണ് ആ എക്സും വൈയും വരുന്നത്. അപ്പോൾ ഈ കോളും ഈ കോളും തമ്മിൽ ആഡ് ചെയ്തു. ദാറ്റ് ഈസ് 8 plus y equal to 0, 2x plus 1 equal to 5 എന്ന് വരും. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 16 plus 2y equal to 0. അപ്പോൾ ഈ 2 minus 3 ചെയ്ത് നോക്കൂ. അങ്ങനെ ചെയ്താൽ 2x minus 2y എന്നുള്ളൊരു വാല്യൂ കിട്ടില്ലേ? ദാറ്റ് ഈസ് 2 പുറത്തേക്ക് എടുത്താൽ x minus y. ദാറ്റ് ഈസ് 2 into x minus y minus 1 minus 16 ആണ് 15 equal to 5 minus 0 5. That is x minus 5 എന്ന് പറഞ്ഞാൽ 5 plus 15 divided by 2. That is 20 by 2 equal to 10. ഓപ്ഷൻ ഡി ആണ് ആൻസർ, എക്സ് മൈനസ് വൈയുടെ വാല്യൂ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇത്രയും സ്ലൈഡിലൂടെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.